ഡയമണ്ട് നെക്ലേസ് ഇപ്പോഴും കുടുംബ പ്രേക്ഷകരെ ഏറെ ആകർഷിക്കുന്നു. വാരാന്ത്യങ്ങളിൽ പല കേന്ദ്രങ്ങളിലും നിറഞ്ഞ സദസ്സിലാണ് ചിത്രം പ്രദർശനം തുടരുന്നത്. ഫഹദിന്റെ മികച്ച കഥാപാത്രവും ഒഴുക്കുള്ള കഥപറച്ചിലും ചിത്രത്തിന് കരുത്താകുന്നു. ബോക്സ് ഓഫീസിൽ 3ാം സ്ഥാനത്തുണ്ട് ഡയമണ്ട് നെക്ലേസ്. അമൽ നീരജിന്റെ സ്റ്റൈലിഷ് ചിത്രം ബാച്ചിലർ പാർട്ടി ബോക്സ് ഓഫീസിൽ 2ാം സ്ഥാനത്തുണ്ട്. സിനിമയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമാണ് ഉയരുന്നത്. ബാച്ചിലേഴ്സിനെ മാത്രമാണ് സിനിമ ലക്ഷ്യമിക്കുന്നത്. മോഹൻലാൽ രഞ്ജിത്ത് ടീമിന്റെ സ്പിരിറ്റ് പ്രതീക്ഷിച്ച പോലെ ബോക്സ് ഓഫീസിൽ 1ാം സ്ഥാനത്തെത്തി. മോഹൻലാലിന്റെ മദ്യപാനി കഥാപാത്രവും രഞ്ജിത്തിന്റെ സംവിധാന മികവും ചിത്രത്തെ കൂടുതൽ ദിവസം തിയേറ്ററുകളിൽ പിടിച്ചു നിർത്തും. സ്പിരിറ്റിന്റെ വിശേഷങ്ങളുമായി നടൻ നന്ദു ചേരുന്നു. ശ്രീ നന്ദു, സ്വാഗതം എന്റർടൈൻമെന്റ്സിലേക്ക്. താങ്കൾ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും മികച്ച ഒരു കഥാപാത്രം ഒടുവിൽ സ്പിരിറ്റിലൂടെ തേടിയെത്തിയിരിക്കുന്നു. എങ്ങനെയാണ് പ്രതികരണം? 3 ദിവസമായുള്ളൂ. ആളുകൾ ഒട്ടേറെ പേർ സിനിമ കാണാൻ എത്തുന്നുണ്ട്, നല്ല പ്രതികരണം ലഭിക്കുന്നുമുണ്ട്. എങ്ങനെയുണ്ട് കഥാപാത്രത്തെ കുറിച്ചുള്ള പ്രതികരണം? കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ലൈഫിൽ ചെയ്ത ഏറ്റവും നല്ല നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പല പടങ്ങളിലും. പക്ഷെ എന്താ പറയുക, ഇത്രയും കൂടുതൽ അക്ലമേഷൻ കിട്ടി, ഇത്രയും കൂടുതൽ റെസ്പോൺസ് ഉണ്ടാവും, ഇത്രയും കൂടുതൽ ആൾക്കാർ ഫോൺ വിളിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്ത ഈ 3 ദിവസത്തിൽ തന്നെ എനിക്ക് എത്രയോ കോളുകൾ വന്നു കഴിഞ്ഞു. അപ്പം അങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്നത്. അപ്പം ഒരുപാട് വർഷമായി സിനിമയിൽ വന്നിട്ട്, പക്ഷെ ഇങ്ങനൊരു വേഷം കിട്ടിയത്. അപ്പം അതിൻ്റെ എല്ലാ ക്രെഡിറ്റും 100% രഞ്ജിയേട്ടന് അവകാശപ്പെട്ടതാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ ഈ പടത്തിന് വേണ്ടി വിളിച്ചിട്ട് വേഷമുണ്ട്, എന്നിട്ട് ശങ്കറാണ് എന്നെ വിളിച്ചത്. ശങ്കർ വിളിച്ചിട്ട് ഞാൻ രഞ്ജിയേട്ടനെ കൊടുക്കാം എന്ന് പറഞ്ഞ് രഞ്ജിയേട്ടൻ എന്നോട് സംസാരിച്ചു. ഇങ്ങനൊരു വേഷമുണ്ട്, നിന്റെ ഒരു 10-12 ദിവസം ഡേറ്റ് വേണം, 15 ദിവസമാണ് ഞാൻ ഷൂട്ടിംഗ് തീർക്കും, ഉഗ്ര വേഷമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, വേറൊരു പടം പറഞ്ഞിരുന്നു, പക്ഷെ അത് പോസ്റ്റ്പോണ്ട് ആയി പോയത് കാരണം എനിക്ക് ഡേറ്റ് പ്രശ്നം വരുന്നതുകൊണ്ട് ഞാൻ അത് അവോയ്ഡ് ചെയ്തിട്ടാണ് ഈ പടത്തിന് വന്നത്. വന്ന് ഈ കഥാപാത്രം പറഞ്ഞു. പക്ഷെ എത്രമാത്രം ആ കഥാപാത്രം സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എനിക്ക് ഷൂട്ടിംഗ് തീർന്ന് ഞാൻ സിനിമ തിയേറ്ററിൽ നിന്ന് കാണാൻ നേരത്താണ് അറിയുന്നത്. എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണെന്ന് അറിയാം, അത് ഈ ഫിലിമുമായിട്ട് എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്ത് കിടക്കണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് ക്ലൈമാക്സിൽ ഇങ്ങനെ വരുമൊന്നും അല്ലാതെ അതൊന്നും അറിയില്ലായിരുന്നു. അപ്പം തിയേറ്ററിൽ വന്ന് ഞാൻ ഫസ്റ്റ് ഡേ ഫിലിം കാണാൻ പോകുമ്പോഴാണ് ഞാൻ പോലും അന്തം വിട്ട് പോകണം, ഞാൻ അതിനകത്ത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വേഷമാണല്ലോ ചെയ്ത് എന്നുള്ളത്. അപ്പം അതിൻ്റെ റെസ്പോൺസ് ഇപ്പോൾ അത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ കാണാത്ത ആൾക്കാർ, ഒരുപാട് പേര് കാണാത്തവരുണ്ട്, സിനിമയിലുള്ളവരും സിനിമയിലല്ലാത്തവരുമായിട്ടുള്ള. ഇന്ന് തന്നെ ഞാനിപ്പോൾ വരുമ്പോൾ തന്നെ പലരും കാണാത്തവർ, അവരൊക്കെ പറയുന്നത് സിനിമ കണ്ടില്ല പക്ഷെ തന്നെ പറ്റി ഭയങ്കര നല്ല അഭിപ്രായമാണ്, എന്തായാലും കാണും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പോലും ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കേൾക്കുന്നത്. ഒരാൾ സിനിമ കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് അഭിപ്രായം പറഞ്ഞത്, പക്ഷെ കാണാതെ തന്നെ സിനിമയിലുള്ളവർ പോലും പല ആൾക്കാരും സമയം കിട്ടിയില്ല പോകും തീർച്ചയായിട്ടും, പക്ഷെ എല്ലാവരും ഇതിനെപ്പറ്റി പറഞ്ഞല്ലോ എന്നിങ്ങനെ ഒരുപാട് ആൾക്കാർ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുറെ പേരുടെയെങ്കിലും കണ്ണു തുറപ്പിക്കുന്ന വേഷമാണ്, കഥയാണ് രഞ്ജിത്ത് പറയുന്നത്. മണിയണ്ണൻ എന്ന കഥാപാത്രം, പ്ലംബർ മണി എന്ന കഥാപാത്രം തീർച്ചയായും തിരുവനന്തപുരം സ്ലാങ്ങും ഉണ്ട്, താങ്കൾക്കത് സുപ്രസിദ്ധമായി അറിയാവുന്നതുമാണ്. എങ്ങനെ ആ കഥാപാത്രത്തെ എങ്ങനെയായിരുന്നു രഞ്ജിത്തിന് മുന്നിൽ, പ്രത്യേകിച്ചും വലിയൊരു സംവിധായകന്റെ മുന്നിൽ, ഒപ്പം മോഹൻലാലിനൊപ്പമാണ് ചെയ്യുന്നത്, മോഹൻലാലും ഒരു മദ്യപാനിയുടെ വേഷമാണ്, എങ്ങനെയായിരുന്നു കോമ്പിനേഷൻ? അല്ല, അത് ഈ രഞ്ജിയേട്ടൻ എന്റെ മുമ്പിൽ അഭിനയിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ചെറിയ ഫോൾട്ട് അദ്ദേഹത്തിന് തോന്നി അപ്പം തന്നെ അദ്ദേഹം അത് പറയും, അത് വേണ്ട അല്ലെങ്കിൽ ഇത് വേണം എന്ന് പറയും. അതുകൊണ്ട് യാതൊരു ഭയവുമില്ലായിരുന്നു. നമ്മൾ ചെയ്തത് മോശമായി പോകുമോ എന്നുള്ളൊരു തോന്നൽ ഒരു കാരണവശാലും തോന്നിയില്ല. കാരണം പറഞ്ഞാൽ പുള്ളിക്കാരൻ ആ സെക്കൻഡിൽ സ്റ്റോപ്പ് പറയും, കട്ട് പറഞ്ഞിട്ട് നന്ദു അത് വേണ്ട, അത് ഇങ്ങനെ ചെയ്താൽ മതി, നീ അത് കുറച്ച് അവിടെ ഓവറായി പോയി, അല്ലെങ്കിൽ ഇവിടെ കുറഞ്ഞു പോയി, കുറച്ചുകൂടെ ഒരു ലെവൽ കയറട്ടെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലെവൽ കുറയട്ടെ എന്ന് ആ സ്പോട്ടിൽ തന്നെ പറയും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് മോശമായി പോകുമെന്നുള്ളൊരു ഭയം അവിടെ ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും തീർന്നു കഴിഞ്ഞപ്പം ഇതെങ്ങനെ വരും, എന്താവും എന്ന്. കാര്യം ശങ്കർ എൻ്റെ അടുത്ത് ആദ്യം ഈ കഥ എൻ്റെ അടുത്ത് ഇത് രഞ്ജിയേട്ടൻ ഈ പടത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ശങ്കർ എൻ്റെ അടുത്ത് പറഞ്ഞു, അണ്ണ ഒരു മുഴുക്കുടിയൻ്റെ ക്യാരക്ടറാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൂതറയാക്കാം, പക്ഷെ ഗംഭീരമായിട്ട് ചെയ്യാം, അത് രണ്ടിൽ എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള പറഞ്ഞുകൊണ്ട് അതെൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പം ചെയ്യുന്നത് മോശമായി പോകുമോ, തെറ്റായി എടുക്കുമോ എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും കുറെ പേരെങ്കിലും പഠിക്കേണ്ട വന്ന് കാണും. കാരണം ഒരു കുടിയനാണ്, എല്ലാവരും കുടിയന്മാരെ ചെയ്യുന്നതാണ്, ഒരു ആടിക്കുഴഞ്ഞ് ചെയ്താൽ കുടിയനാകും. പക്ഷെ കൃത്യമായി ഒരു കുടിയന്റെ അതേ മാനദർശങ്ങൾ വെള്ളിത്തിരയിൽ കാണിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അതിനകത്ത് അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഒരാൾ സംശയം ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് നാക്ക് കുഴയാത്തതെന്ന് ചോദിച്ചു. അപ്പൊ എല്ലാ കുടിയന്മാരുടെയും നാക്ക് ഫുൾ ടൈം കുഴഞ്ഞിരിക്കണം നിർബന്ധമൊന്നുമില്ല. സ്ഥിരമായിട്ട് അടിച്ച് ശീലമുള്ള ആൾക്കാർക്ക്, ഇപ്പൊ അതിനകത്ത് ലാലേട്ടൻ പോലും കൈ വിറയ്ക്കുന്ന സംഭവം കാണിക്കുന്നുണ്ട്. ഈ കൈ വിറയിലുള്ള ആൾക്കാരൊക്കെ നാക്ക് ഫുൾ ടൈം കുഴഞ്ഞിരിക്കില്ല, അതൊക്കെ ഒരു പരിധിക്ക് മുകളിൽ പോകുമ്പോഴാണ് ഈ കുഴയണത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ചില ഇത്, അപ്പം എന്താ പറയുന്നത്,
ഒരു കുടിയനെ ഇമിറ്റേറ്റ് ചെയ്തതല്ല. പല കുടിയന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, പല രീതിയിലുള്ള കുടിയന്മാരെ കണ്ടിട്ടുണ്ട്. അപ്പം അത് എന്താ പറയുന്നത്, ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങനെ വന്നു ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും സിനിമയിലെത്തിയിട്ട് ഒട്ടേറെ വർഷങ്ങളായി ഒരു നല്ല കഥാപാത്രം ഇപ്പോഴാണെങ്കിലും തേടിയെത്തി. ഇനി അങ്ങോട്ട് ഏതൊക്കെയാണ് അവസരങ്ങൾ വന്നിരിക്കുന്നത്? ഇപ്പൊ ഇറങ്ങാനുള്ള 2-3 പടങ്ങൾ ഇറങ്ങാണ്. നല്ല വേഷം ചെയ്തതൊന്നും നമുക്ക് വാർക്കാന്ന് പറഞ്ഞ സിനിമയിൽ നല്ല വേഷമാണ് അനൂപിന്റെ അളിയനായിട്ട് ചെയ്തു. പിന്നെ മധുബാലന്റെ സിനിമ ഒഴിമുറി എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ നല്ലൊരു കഥാപാത്രം ആണ് ചെയ്തിരിക്കുന്നത്. അപ്പി എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് ലാലേട്ടന്റെ കൂടെ, സിദ്ദിഖ് ലാലേട്ടന്റെ കൂടെ. അപ്പൊ അത് 2 പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജ്, അങ്ങനെ 2-3 പടങ്ങൾ ഇനി ഇറങ്ങാനുണ്ട്. അടുത്ത് ചെയ്യാൻ പോണത് M. മോഹൻ സാറിന്റെ പടമാണ് അടുത്ത് ചെയ്യാൻ പോണത്. പിന്നെ അതുപോലെ തന്നെ കുക്കു ഡയറക്ട് ചെയ്യുന്ന സുരാജ് രാജ് ചെയ്യുന്ന ഒരു പടമുണ്ട്. പിന്നെ രാജീവ് നാഥ് സാറിന്റെ പടമുണ്ട്. 2-3 പടങ്ങൾ ഇപ്പം ഉടനെ തന്നെ ഉണ്ട്. എല്ലാവിധ ആശംസകളും. പ്ലംബർ മണി എന്ന കഥാപാത്രം കുറെ കുടിയന്മാരെങ്കിലും നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കാം. സ്പിരിറ്റ് നല്ലൊരു വിജയമായി തീരട്ടെ. താങ്കൾക്ക് ഇനിയും ഇത്തരം നല്ല കഥാപാത്രങ്ങൾ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കാം. താങ്ക് യു.